എനിക്ക് പിന്നെ ഭയമില്ലല്ലോ അന്ന് നമുക്ക് പോവാനൊന്നുമില്ല. ഫെയിമോ പിണങ്ങി പോവാൻ ഭാര്യയോ അല്ലെങ്കിൽ ഇപ്പോ ഫാൻസ് പോകുന്നുള്ള അയ്യോ ഇപ്പൊ അത് പോവും. എനിക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മ കയറ്റുന്നുള്ളൊരു ഉറപ്പെനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ എന്താ റാമ്പ് കാണിച്ചാലും വീട്ടിൽ തന്നെ കയറ്റും. അപ്പൊ പിന്നെ നമുക്ക് ആ ഭയമില്ല. നമുക്ക് ആകെ ഉള്ളത് വീട്ടുകാരുടെ അതാണ്. അത് നമുക്ക് വീട്ടുകാരെ സേഫ് ആണെന്നുള്ള ഉമ്മ വീഡിയോ വോയിസ് ഒക്കെ ആ സമയത്ത് അയക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഇപ്പൊ ഫ്ലഡ് നടക്കുന്ന സമയത്ത് ഞാൻ അകത്തുണ്ട്. അപ്പൊ വീട്ടിലെല്ലാം സേഫാന്ന് പറയും. പിന്നെ ആ കുക്കിംഗ് ഷോ നടക്കും ഉമ്മയുടെ വോയിസ് പറയുന്ന വീഡിയോ ഒക്കെ പറയുന്നുണ്ട്. കുക്കിംഗ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോ ഓൾറെഡി വീട്ടുകാരുടെ ഫേസ് ആണ് മനസ്സിലാവും, അവരും ഓക്കെയാണ്. പിന്നെ ഞാൻ ഓക്കെ. പിന്നെ ലാലായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് പ്രോട്ടീൻ പൗഡർ ആയിരുന്നു. അതിനകത്ത് എല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലാലേട്ടൻ പറയും മോനെ ഞാൻ ഉണ്ട് മോനെ ചേട്ടനുണ്ട് കൂടെ. അന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടൻ പെരുമ്പാവൂരുള്ള, പിന്നെ ലാലേട്ടൻ ഡ്രൈവർ, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പെരുമ്പാവൂർ. അപ്പൊ ഞാൻ പെരുമ്പാവൂർ പണ്ട് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പൊ എന്നെ പറ്റി ചിലപ്പോ അന്വേഷിക്കും ഇങ്ങനെയൊക്കെ ഞാൻ എന്താണെന്നൊക്കെ. ചിലപ്പോ എന്നെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പോ വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായാലും പോയി. പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല. സീസൺ എന്ന് പറഞ്ഞാല് ഓരോ ആളുകൾക്കും ഓരോ ഒരു ഇപ്പൊ ഞാൻ അനുമോൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞല്ലേ അതിന്റെ ഇടയിൽ പൂര ചീത്തയാ.